ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 60. വിമലയുടെ അനാവശ്യ സംസാരത്തിൽ കോപം വന്ന ജാനകി വിമലയോട് സംസാരം നിർത്താൻ ആവശ്യപ്പെട്ടു. ശരി ശരി, നിങ്ങൾ എനിക്കൊപ്പം വരൂ. പരീക്ഷ നടക്കുന്നിടം ഞാൻ കാണിച്ചു തരാം, വിമലാദേവി പറഞ്ഞു. അവർ അവൾക്കൊപ്പം നടന്നു. വഴിമധ്യേ വിമല, ജാനകി, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നു. പ്രവേശന പരീക്ഷയ്ക്ക് എന്നോടൊപ്പം രഘുനന്ദനും വന്നിട്ടുണ്ട്. അവനിപ്പോൾ 4 നക്ഷത്ര പതിയോടുകൂടിയ അപരാജിതനാണ്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ജാനകിയുടെ മുഖത്ത് പെട്ടെന്ന് സങ്കടവും ആശയക്കുഴപ്പവും നിറഞ്ഞു. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ജാനകി വെറുപ്പോടെ ചോദിച്ചു. ഇതെന്ത് ചോദ്യമാണ് ജാനകി? അവൻ നിനക്ക് വേണ്ടി വന്നതായിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിനക്കറിയില്ലേ അത്? വരുന്ന വഴി മുഴുവൻ ജാനകി നിന്നെ കുറിച്ചാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഉറക്കത്തിൽ പോലും അവൻ ജാനകിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വിമല കളിയാക്കി ചിരിച്ചു. ഇത് കേട്ടതും ജാനകിക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഒരു പദ്ധതി വന്നു. ജാനകി തന്റെ പദ്ധതിയെക്കുറിച്ച് ഓർത്ത് പുഞ്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൾ അമരനെ തിരിഞ്ഞു നോക്കി. ജാനകി അമരനെ നോക്കുന്ന രീതിയിൽ നിന്ന് ജാനകിയുടെ പദ്ധതി എന്താണെന്ന് അമരന് മനസ്സിലായി. ഏയ്, നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ കാണിച്ചവനെ അകറ്റാമെന്നൊന്നും കരുതണ്ട. നീ നോക്ക്, നീ എന്റെ ഒരു അകന്ന ബന്ധുവാണെങ്കിലും നമ്മൾ ഇത്രയും കാലം സഹോദരനെയും സഹോദരിയും പോലെയാണ് ജീവിച്ചത്. എനിക്കും നിനക്കും യഥാർത്ഥത്തിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ ഒരു അനിയത്തിയായാണ് കരുതുന്നത്. ഇനി നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ നിന്റെ കാമുകനാക്കാനൊന്നും നോക്കേണ്ട. എനിക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അമരൻ വേദിയിലേക്ക് വേഗം നീങ്ങി. അത് കണ്ടതും ജാനകിയുടെ മുഖം വിളറി. അത് കണ്ട വിമല ചോദിച്ചു, ശരിക്കും ആ കുമാരൻ നിങ്ങളുടെ ബന്ധുവാണോ? സ്വന്തം സഹോദരനാണോ? അതോ അകന്ന ബന്ധുവോ? ജാനകി പറഞ്ഞു, അവൻ എന്റെ സഹോദരനൊന്നുമല്ല, അകന്ന ബന്ധമാണ്. ശരിയായ ബന്ധം അറിയാതെയാണ് ഞാൻ ഇത്രയും കാലം അവനെ സഹോദരനായി കരുതിയത്. പക്ഷെ ഞാൻ ഇതുവരെ അവനെ സഹോദരൻ എന്ന് വിളിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവനെ സഹോദരൻ എന്ന് പറയുന്നത് പതിവാണ്. വിധി, ഇത്രയും സുന്ദരനായ ഒരു യുവാവിന്റെ കൂടെയാണ് നീ ഇത്രയും നാൾ ചിലവഴിച്ചത്. എങ്ങനെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന് പോലും നിനക്കറിയില്ല. കണ്ടോ, നിനക്കൊരു വികാരവുമില്ല. നീ ഒരു യന്ത്രമാണ്, വിമല പറഞ്ഞു. ജാനകി ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ച്, മിണ്ടാതിരിക്കെ, ഞാൻ അവന്റെ കാമുകിയാകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവനെ ഇഷ്ടമില്ല. ഇനി നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനുമായി ബന്ധം സ്ഥാപിച്ചോളൂ. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അവനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പോലും. നീ എന്താ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനിയും നീ ഇത്തരത്തിൽ സംസാരം തുടർന്നാൽ ഞാൻ നിന്നെ... ജാനകി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ആംഗ്യം കാണിച്ചു. ഇതേ തുടർന്ന് ജാനകിയും മറ്റുള്ളവരും വേദിയിലേക്ക് നീങ്ങി തുടങ്ങി. അമരൻ മത്സരവേദിയുടെ മുമ്പിലെത്തി. ജാനകിയും മറ്റുള്ളവരും അവന്റെ തൊട്ടുപിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമരൻ തന്നെ അപമാനിച്ചതായി ജാനകിക്ക് തോന്നി. അതിന്റെ പേരിൽ അവൾക്ക് അമരനോട് വല്ലാത്ത ദേഷ്യം തോന്നി. വേദിയിലേക്കുള്ള വാതിലിന് സമീപം 10ഓളം പെൺകുട്ടികൾ കൂട്ടമായി നിൽക്കുന്നുണ്ട്. അവർ എല്ലാവരും ആവേശത്തോടെ എന്തോ സംസാരിക്കുന്നുമുണ്ട്. അമരന്റെ ശ്രദ്ധ അവർക്ക് നേരെ നീണ്ടു. എല്ലാവരുടെയും മുഖത്ത് ശാന്തമായ ഒരു ഭാവം ഉണ്ടായിരുന്നു. എല്ലാവരും ആ രക്ഷമല്ലർ പരിശീലന കളരിയിലെ വിദ്യാർത്ഥികളാണെന്ന് അമരന് മനസ്സിലായി. ഒടുവിൽ അമരൻ വേദിക്കരികിലെത്തിയപ്പോൾ അവരേവരും ആർത്തു വിളിച്ചു. ആ പെൺകുട്ടികൾ തന്നെ നോക്കി ആരവം മുഴക്കുന്നത് കണ്ട അമരന് ലജ്ജ തോന്നി. ജാനകി അവരെ നോക്കി പറഞ്ഞു, നിർത്തൂ, എന്തിനാ ഇത്ര ബഹളം വെക്കുന്നത്? കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ജാനകി, നിന്നെ കണ്ടിട്ട് 2 മാസത്തിലേറെയായി. നീ ഇപ്പോൾ പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. എന്താണ് നിന്റെ സൗന്ദര്യ രഹസ്യം? അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? മറുപടിയായി ജാനകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. അതുതന്നെയാണ് ഞാൻ സുന്ദരിയായിരിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ ആ പെൺകൂട്ടത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് മാധുരിയിൽ പതിഞ്ഞു. നോക്ക്, മറ്റൊരു സുന്ദരി. അവൾ ജാനകിയെക്കാളും സുന്ദരിയായിരിക്കുന്നു. ഒരു പെൺകുട്ടി മാധുരിയെ ചൂണ്ടി പറഞ്ഞു. അതെ അതെ, അവൾ വളരെ സുന്ദരിയാണ്. ആ സുന്ദരി ആരാണെന്ന് പറയൂ ജാനകി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാധുരിക്ക് ചെറിയൊരു നാണം തോന്നി. അപ്പോൾ
വിദ്യാർത്ഥികളുടെ കണ്ണുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന അമരനിൽ പതിഞ്ഞു. അമരന്റെ അടുത്ത് നിൽക്കുന്ന സൂര്യോദയനെയും അവർ ശ്രദ്ധിച്ചു. സൂര്യോദയൻ ജാനകിയുടെ സഹോദരനാണെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യോദയൻ അരികിൽ നിൽക്കുന്ന അമരനും ജാനകിയുടെ സഹോദരനായിരിക്കുമെന്ന് അവർ കരുതി. അമരന്റെ രൂപം കണ്ടപ്പോൾ അവർക്കെല്ലാം അമരനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ജാനകി, ആരാണ് ഈ സുന്ദരനായ യുവാവ്? അവൻ നിന്റെ കാമുകനാണെന്നൊന്നും ഒരിക്കലും ഞങ്ങളോട് പറയരുത്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ നിന്റെ സഹോദരനാണെന്നൊന്നു പറയൂ, ഒരു പെൺകുട്ടി കളിയായി പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് അമരന് ആകെ വല്ലായ്മ തോന്നി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അമരൻ ജാനകിയെ നോക്കി. ജാനകി പറഞ്ഞു, ഈ യുവാവ് എന്റെ കാമുകനല്ല, അവൻ എന്റെ സഹോദരനല്ല. അവൻ എന്റെ അകന്ന ഒരു ബന്ധു മാത്രമാണ്. ഇതല്ലാതെ ഞങ്ങൾക്കിടയിൽ മറ്റൊരു ബന്ധമില്ല. ജാനകിയുടെ വാക്കുകൾ കേട്ട് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും പരസ്പരം നോക്കാൻ തുടങ്ങി. ഒരു പുരുഷന്റെ പേര് പറയുമ്പോൾ ജാനകിയുടെ കവിൾ തടത്തിൽ ചുവപ്പ് നിറം ഉദിച്ചു നിൽക്കുന്ന കാഴ്ച അന്നാണ് അവർ ആദ്യമായി കാണുന്നത്. തനിക്ക് ആരുമല്ലെന്ന് അമരനെ കുറിച്ച് ജാനകി പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്ടം അമരനോട് തോന്നി തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. ജാനകിയുടെ മറുപടി കേട്ട് മാധുരിയും തരംഗിണിയും ഒരുപോലെ ഞെട്ടി. രണ്ടുപേരും പരസ്പരം നോക്കി. ജാനകി അമരനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് അവരിരുവർക്കും സംശയം തോന്നി. ജാനകിയുടെ അടുത്ത് നിന്ന് അമരൻ അവളെ ദേഷ്യത്തോടെ നോക്കി. പിൻകൂട്ടത്തിന്റെ ചോദ്യത്തിന് ജാനകി മറുപടി പറഞ്ഞ വിധം ഏവരിലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായിരുന്നെന്ന് അമരന് മനസ്സിലായി. ജാനകി പെട്ടെന്ന് അമരന്റെ കൈ പിടിച്ച് അവന്റെ അരികിൽ നിന്നു. അമരൻ അവളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. അവളുടെ പ്രവൃത്തി കണ്ട് എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടു. ജാനകി, എത്ര നാളായി കണ്ടിട്ട്? നിനക്ക് സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ആ ശബ്ദം കേട്ട് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. അവൻ സുന്ദരനായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു നിഗൂഢതയും ചുണ്ടുകളിൽ വശ്യമായ പുഞ്ചിരിയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പുഞ്ചിരി വ്യാജമായി തോന്നി. അവനെ കണ്ടതും ജാനകി കൃത്രിമമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സുഖമാണ് രഘുനന്ദ. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ജാനകി മുറുകെ പിടിച്ചിരിക്കുന്ന അമരന്റെ കയ്യിൽ രഘുനന്ദന്റെ കണ്ണുകൾ പതിഞ്ഞു. ഇത് കണ്ട് അവന് വർദ്ധിച്ച കോപം തോന്നി. പെട്ടെന്ന് അതേ ദേഷ്യത്തോടെ രഘു അമരന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജാനകി, നീ എനിക്ക് നിന്റെ കൂടെയുള്ളവരെ പരിചയപ്പെടുത്തുന്നില്ല? അയാൾ ചോദിച്ചു. രഘുനന്ദ, ഇതാണ് സൂര്യോദയൻ, എന്റെ സഹോദരൻ. പിന്നെ ഇത് തരംഗിണി, എന്റെ സുഹൃത്ത്. ഇവൾ മാധുരി. പിന്നെ ഇവന്റെ പേര് അമരേന്ദ്രൻ. എല്ലാവരും പ്രവേശന പരീക്ഷയ്ക്കായി വന്നവരാണ്. അത് കേട്ട് രഘുനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമരേന്ദ്രൻ, നല്ല പേര്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു നല്ല കാര്യം പറയട്ടെ. എല്ലാവരും ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതൊന്നുമില്ല. ധാത്രി അമ്മ ഒരു മാന്ത്രിക കല്ല് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തന്നു. വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ശക്തി പരിശോധിക്കാം. അധിക നേരം കാത്തിരിക്കേണ്ടതില്ലെങ്കിൽ ഈ പരീക്ഷണം നടത്താം. ജാനകി ഇത് കേട്ട് ആദ്യം മടിച്ചെങ്കിലും പിന്നീട് സമ്മതമെന്ന മട്ടിൽ തലയാട്ടി. ജാനകി എല്ലാവരെയും നോക്കി പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ കല്ല് ഉപയോഗിച്ച് നമ്മുടെ ശക്തി പരീക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. ഇതിന് മുകളിൽ കൈയൊന്ന് വെച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ശക്തി 8 നക്ഷത്ര ശക്തിയാണോ അല്ലയോ എന്നത് ഇതിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ശക്തി 8ഓ അതിലധികമോ ആണെങ്കിൽ ആ കല്ല് എരിഞ്ഞു തീരും. ഒരുപക്ഷെ 8 നക്ഷത്രങ്ങളിൽ താഴെയാണ് ശക്തിയെങ്കിൽ ആ കല്ല് എരിഞ്ഞു തീരില്ല. അത്രമാത്രം. നിങ്ങൾ ഈ പരീക്ഷണത്തിന് തയ്യാറാണോ? ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. പക്ഷേ എന്റെ കൈ തയ്യാറായില്ല. ഇപ്പോഴെങ്കിലും എന്റെ കൈ ഒന്ന് വിടൂ ജാനകി. എങ്കിൽ മാത്രമേ എനിക്ക് ഈ കല്ല് സ്പർശിക്കാൻ കഴിയുള്ളൂ, അമരൻ പറഞ്ഞു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ജാനകി ഉടൻ തന്നെ അമരന്റെ കൈ വിട്ടു. ജാനകി അമരനെ അനുസരിച്ചത് കണ്ട് രഘുനന്ദന് അമരനോട് അസൂയ കലർന്ന ദേഷ്യം തോന്നി. പക്ഷെ അവൻ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. അമരൻ മാധുരിയെ നോക്കി പറഞ്ഞു, മാധുരി, ആദ്യം നീ പരീക്ഷിച്ചു നോക്ക്. 3 പേരും മാന്ത്രിക കല്ലിൽ കൈകൾ വെച്ച് നോക്കി.
കളരിയിൽ കയറിയില്ലെങ്കിലും പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാമെന്ന് പ്രവേശന പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിച്ചപ്പോഴേ അമരൻ മനസ്സിൽ കരുതിയിരുന്നു. അമരനും മാന്ത്രിക കല്ലിൽ കൈവച്ചു. ആ ആദ്യ പരീക്ഷണത്തിൽ വിജയം കണ്ടു. എല്ലാവരും പരീക്ഷണത്തിൽ വിജയിക്കുന്നത് കണ്ട് ജാനകി അല്പം അഭിമാനത്തോടെ പറഞ്ഞു, എന്താ രഘുനന്ദ, നീ ഇപ്പോ എന്തു പറയുന്നു? ഇവരെല്ലാം വിജയിക്കുമെന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. യോഗ്യതയില്ലാത്ത ആരെയും ശുപാർശ ചെയ്യുന്ന പതിവ് ഈ ജാനകിക്കില്ല. ജാനകി, ഞാൻ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് നിനക്ക് തന്നെ നന്നായി അറിയാം. പിന്നെ എല്ലാത്തിനും ഒരു നിയമവശമൊക്കെ ഇല്ലേ? അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം, രഘു പറഞ്ഞു. ജാനകിയോട് ഇങ്ങനെ പറഞ്ഞ ശേഷം രഘുനന്ദൻ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. ശരി, നിങ്ങൾ എല്ലാവരും മത്സര പരീക്ഷയുടെ ആദ്യഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. ഏവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇനി നിങ്ങൾ ഇവിടെ നിന്നും ആ ആൾക്കൂട്ടത്തിൽ പോയി ചേരൂ. അരമണിക്കൂറിനുള്ളിൽ അടുത്ത മത്സരം ആരംഭിക്കും. ആർക്കും ഇവിടെ പ്രത്യേക പരിഗണനയില്ല. അവന്റെ സംസാരത്തിൽ മാന്യത തോന്നിയെങ്കിലും ഉള്ളിൽ ചതി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. അവന്റെ സംസാരം കേട്ട് ജാനകി ദേഷ്യപ്പെട്ടു. രഘുനന്ദ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൾ ചോദിച്ചു. ജാനകി ദേഷ്യപ്പെടുന്നത് കണ്ട് രഘുനന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജാനകി, എന്തിനാണ് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? നോക്കൂ, ദേഷ്യപ്പെടുമ്പോൾ കവിളുകൾ എത്ര ചുവന്നിരിക്കുന്നു. ഇപ്പോൾ നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അല്ല ജാനകി, നീയും ഈ കളരിയിലെ വിദ്യാർത്ഥിയാണ്. ദക്ഷമല്ലർ പരിശീലന കളരിയുടെ നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾക്കറിയില്ലേ? ഇവിടെ വരുന്നവരെല്ലാം ആദ്യത്തെ മത്സരാർത്ഥി ആവണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ വരുന്നവരാണ്. അത് കരുതി ഏവരെയും അങ്ങനെ പ്രവേശിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ കളരിയിൽ പരിശീലിക്കണമെങ്കിൽ ആദ്യം കാത്തിരിക്കാൻ പഠിക്കണം, രഘുനന്ദൻ പറഞ്ഞു. ജാനകി അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. നീ പറയുന്ന എല്ലാ നിയമങ്ങളും എനിക്കറിയാം. നിങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ബാധകമാണ്. നീ അവർക്ക് മേൽ അതൊക്കെ നടപ്പിലാക്കുക. പക്ഷേ ഞാൻ ക്ഷണിച്ചു കൊണ്ടുവരുന്നവർക്ക് നിങ്ങളുടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ബാധകമല്ല. അതുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ, അവൾ പറഞ്ഞു. അപ്പോൾ ജാനകിയുടെ മറ്റു സഹപാഠികൾ പറഞ്ഞു, രഘുനന്ദ, എന്തിനാ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? ഇതെല്ലായ്പ്പോഴും സംഭവിക്കുന്നതല്ലേ? നിനക്കിതൊക്കെ നന്നായി അറിയാം. പെട്ടെന്ന് നീ എന്തിന്? അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഏവർക്കും മനസ്സിലായിരുന്നു. മഹിളാരത്നങ്ങളെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരിപാടിയുടെ നിയമങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും, രഘുനന്ദൻ പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ട് ജാനകി പറഞ്ഞു, ശരി, നീ തീരുമാനിക്കൂ. ഞാൻ എനിക്ക് പറയാനുള്ളത് നേരിട്ട് ധാത്രി അമ്മയോട് പറഞ്ഞോളാം. ധാത്രി അമ്മയാണ് ദക്ഷമല്ലർ പരിശീലന കളരിയുടെ രക്ഷാധികാരി. ജാനകിയുടെ കണ്ണുകളിൽ രഘുവിനോടുള്ള കോപം കത്തി നിന്നു. അധ്യായം 61. രഘുനന്ദന്റെ സംസാരം ഇഷ്ടപ്പെടാതെ ജാനകി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ രഘുനന്ദൻ തിടുക്കത്തിൽ പറഞ്ഞു, ധാത്രി അമ്മ ഇപ്പോൾ തിരക്കിലാണ്. ആരും ശല്യപ്പെടുത്തരുതെന്ന് അവർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജാനകിയുടെ പുതിയ തീരുമാനം അവൾ നടപ്പിലാക്കിയാൽ അത് തന്റെ സുഗമമായ വാഴ്ചയ്ക്ക് വിഘ്നം സൃഷ്ടിക്കുമെന്ന് രഘുനന്ദന് നന്നായി അറിയാം. അതുകൊണ്ടവൻ തന്റെ ശാഠ്യത്തിന് ചെറിയ ഒരു അയവ് വരുത്താൻ തീരുമാനിച്ചു. ശരി, നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുന്നതിനാൽ ഞാൻ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. സ്ത്രീകൾക്ക് മാത്രം അകത്തേക്ക് പ്രവേശനം അനുവദിക്കാം. അമരൻ പുറത്ത് ആൾക്കൂട്ടത്തിൽ കാത്തു നിൽക്കണം, അവന്റെ ഊഴം എത്തുന്നതുവരെ. രഘുനന്ദൻ കണ്ണിൽ ചതി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അമരനെ നോക്കി പറഞ്ഞു. രഘുനന്ദ, ജാനകി അലറി. രഘുനന്ദൻ ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ചുകൊണ്ട് ജാനകിയെ നോക്കി പറഞ്ഞു, ആരകത്ത് കയറണം, ആര് പുറത്തു നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുശേഷം അമരനെ നോക്കി തുടർന്നു. ഏയ്, നീ ഒരു ആൺകുട്ടിയല്ലേ, നിനക്ക് പുറത്ത് കാത്തു നിൽക്കാൻ പറ്റില്ലേ? അതാ നോക്ക്, എത്ര പെൺകുട്ടികളാണ് വെയിലത്ത് കാത്തിരിക്കുന്നത്. എത്ര പാവങ്ങളാണ്. ഞാൻ എപ്പോഴും പെൺകുട്ടികളെ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ആദ്യം പോകട്ടെ എന്ന് തീരുമാനിച്ചത്. അവർ വെയിലേറ്റ് കഷ്ടപ്പെടുകയാണ്. നിനക്കിപ്പോഴെന്താ നിരയിൽ നിന്നാൽ? നിനക്ക് നിന്റെ സുഹൃത്തുക്കൾ പ്രവേശിച്ച ശേഷം പുറകെ പോകാമല്ലോ, രഘുനന്ദൻ ദുഷ്ടലക്കോടെ പറഞ്ഞു. ഇത് കേട്ട് തരംഗിണി ദേഷ്യത്തോടെ രഘുനന്ദനെ നോക്കി. അഹങ്കാരി! തരംഗിണിയെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ഈ സമയം മാധുരി പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവളെ കോപം നിയന്ത്രിച്ചു. രഘുനന്ദന്റെ അമരനോടുള്ള സമീപനം കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും ദേഷ്യത്തോടെ രഘുനന്ദനെ നോക്കി. ജാനകിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം.
രഘുനന്ദന്റെ സംസാരവും അവന്റെ അഹന്ത നിറഞ്ഞ ഭാവവും ഒന്നും തന്നെ അവൾക്കൊട്ടും ഇഷ്ടമായില്ല. ഇത് നോക്കൂ രഘുനന്ദ, ഞാൻ തീർത്തു പറയുകയാണ്. അമരൻ ഞങ്ങളുടെ കൂടെ അകത്തേക്ക് പ്രവേശിച്ചേ പറ്റൂ. ഇതിന്റെ പേരിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നീ അത് ചെയ്തോളൂ. ധാത്രി അമ്മയോട് മാത്രം മറുപടി പറയേണ്ട ആവശ്യമേ എനിക്കുള്ളൂ, ജാനകി തീർത്തു പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ചില യുവാക്കൾ വന്നു. അവരിൽ ഒരുവൻ രഘുവിനോട് ചോദിച്ചു, എന്താ രഘു, എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രഘുനന്ദൻ അമരനെ ചൂണ്ടി പറഞ്ഞു, വലിയ പ്രശ്നമൊന്നുമില്ല സുഹൃത്തെ. പ്രവേശന പരീക്ഷാ സ്ഥലത്തേക്ക് പോവാനായി ഈ യുവാവിന് പുറത്ത് തിരക്കിൽ കാത്തു നിൽക്കാൻ വല്ലാത്തൊരു മടി. അതെയോ, അങ്ങനെയാണോ കാര്യങ്ങൾ? അയാൾ അമരനെ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചു. അവനെ കണ്ടിട്ടൊരു അഹങ്കാരിയെ പോലുണ്ട്. ഞാൻ കുറച്ചായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുവനെ കണ്ടിട്ട്. വേണമെങ്കിൽ ആ യുവാവുമായി ശക്തി ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, ആ യുവാവ് പറഞ്ഞു. ജാനകി ദേഷ്യത്തോടെ രഘുനന്ദന്റെ സുഹൃത്തുക്കളെ നോക്കി. അവരുടെ നെഞ്ചിലെല്ലാം നക്ഷത്ര ചിഹ്നം പതിച്ചു വെച്ചിരുന്നു. അവരെല്ലാം രഘുനന്ദന്റെ സ്തുതിപാഠകരാണെന്നും അവർ തന്റെ കൂട്ടുകാരനെ ആഹ്ലാദിപ്പിക്കാൻ അനാവശ്യമായി സംസാരിക്കുകയാണെന്നും അവൾക്ക് മനസ്സിലായി. ഇവനെ പോലെ തന്നെ ഇവന്റെ കൂട്ടുകാരും വിവരമില്ലാത്ത മര്യാദയില്ലാത്ത കൂട്ടരാണ്, ജാനകി മനസ്സിലോർത്തു. ജാനകി ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത് കണ്ട രഘുനന്ദൻ അവളെ നോക്കി പറഞ്ഞു, ജാനകി, കാര്യങ്ങൾ അല്പം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാൻ എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞയച്ചാൽ അവിടെ കാത്തിരിക്കുന്നവർ എന്തു വിചാരിക്കും? എന്തിനാണ് കുറച്ചു പേരെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതെന്ന ഒരു ചോദ്യം ഉയർന്നാൽ, അങ്ങനെ ഒരു പ്രത്യേക പദവി നൽകാൻ മാത്രം ഇവൻ ആരെന്ന് ചോദിച്ചാൽ നീ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് നിർബന്ധമാണെങ്കിൽ ഇവൻ അകത്തേക്ക് എളുപ്പം പ്രവേശിക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. പുറത്ത് കാത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവൻ തന്റെ കഴിവ് തെളിയിച്ച ശേഷം അവനകത്തേക്ക് പ്രവേശിക്കാം. അവൻ തയ്യാറാണെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുമായി അവൻ മത്സരിക്കാൻ തയ്യാറാവണം. ആ മത്സരത്തിൽ അമരൻ ജയിച്ചാൽ അവനകത്തേക്ക് പ്രവേശിക്കാം. പകരം തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് വരെ അവൻ പുറത്ത് വെയിലത്ത് നിൽക്കണം. ഇത് നിനക്ക് സമ്മതമാണോ? അവൻ ചോദിച്ചു. രഘുനന്ദന്റെ സംസാരം കേട്ട് അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം അവനോട് ദേഷ്യം തോന്നി. അസൂയ കൊണ്ട് മാത്രമാണ് അവൻ അമരനോട് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് അവർ ഏവരും ചിന്തിച്ചു. ആ സുന്ദരനായ യുവാവിനോടുള്ള അസൂയ കാരണം പ്രതികാരം ചെയ്യുകയാണ് ഈ രഘുനന്ദൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാനകി അമരന്റെ കൈപിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന്റെ മുഖം മാറിയിരുന്നു. അതിനുള്ള ശിക്ഷയാണിത്, ഒരു പെൺകുട്ടി രഹസ്യമായി മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞു. ഞാനും ശ്രദ്ധിച്ചു. പാപം അമരൻ, അവൻ ഒരു ചതിയും അറിയുന്നില്ല. പക്ഷെ ഈ രഘുനന്ദൻ അവനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, മറ്റേ പെൺകുട്ടി പറഞ്ഞു. മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ജാനകി നിശബ്ദമായി നിൽക്കുന്നു. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. മറ്റു പെൺകുട്ടികളെ അപേക്ഷിച്ച് ജാനകി നിശബ്ദയായി നിൽക്കുകയായിരുന്നു. കാരണം അമരന്റെ ശക്തി ജാനകിയുടെ ശക്തിക്ക് തുല്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അപരാജിത നിലവാരമുള്ള ഒരാളെ തോൽപ്പിക്കാൻ അമരന് എളുപ്പം സാധിക്കും. ജാനകി ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് അമരനെ നോക്കി നിന്നു. ജാനകിയെ അവഗണിച്ച് അമരൻ രഘുനന്ദനെ നോക്കി പുഞ്ചിരിച്ചു. രഘുനന്ദനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അമരൻ മനസ്സിൽ ഉറപ്പിച്ചു. രഘുനന്ദൻ തന്റെ സുഹൃത്തിനോട് ചോദിച്ചു, മാണിക്യ, നിങ്ങൾ തയ്യാറാണോ ഈ ധിക്കാരിയുമായി മത്സരിക്കാൻ? മാണിക്യൻ സമ്മതത്തോടെ തലയാട്ടി. ശേഷം അയാൾ അമരനെ നോക്കി പറഞ്ഞു, നീയുമായുള്ള ബലപരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. വരൂ, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. പോര് കഴിഞ്ഞ് നീ പോർക്കളം വിട്ട് ഇറങ്ങുമ്പോഴേക്കും നിനക്ക് അനുസരണ വന്നുകൊള്ളും. ആ സമയം നീ കരഞ്ഞുകൊണ്ട് പറയും, അയ്യോ സഹോദരാ, ഞാൻ ആ വെയിലത്ത് വരിയിൽ കാത്തു നിന്നോളാമെന്ന്. നീ സ്ത്രീകൾക്ക് മുമ്പിൽ അപമാനിതനാവുമ്പോൾ പഠിച്ചോളും. അനുസരണ എന്ന ആദ്യ പാഠം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ തയ്യാറാണ്. ആ യുവാവിനോട് വരാൻ പറ. മാണിക്യൻ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു. അമരൻ മാണിക്യൻ പറയുന്നത് കേട്ട് ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് മാണിക്യന്റെ അടുത്തേക്ക് നീങ്ങി. രഘുനന്ദൻ തന്നെ നോക്കുന്നത് കണ്ട അമരൻ പെട്ടെന്ന് ജാനകിയുടെ കയ്യിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു. ഇത് കണ്ട് ഞെട്ടിയ രഘുനന്ദൻ ദേഷ്യത്തിൽ പല്ലുകൾ കടിച്ചു. അവന്റെ കണ്ണുകളിൽ കോപാഗ്നി പാറി. അമരൻ രഘുനന്ദനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ജാനകിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട്
അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ കാഴ്ച രഘുനന്ദൻ നോക്കി നിൽക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജാനകി മിണ്ടാതെ നിന്നു. അമരന്റെ കയ്യിൽ പിടിച്ചുള്ള ഈ സ്നേഹപ്രകടനം കണ്ട ജാനകി മാത്രം അമ്പരന്നില്ല. ഈ പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്ന മാധുരിയും തരംഗിണിയും ഒരുപോലെ ഞെട്ടി. അപ്പോൾ അമരൻ രഘുവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. അതിനിടയിൽ രഘുനന്ദൻ ദേഷ്യത്തോടെ മാണിക്കിനോട് പറഞ്ഞു, അമരനോട് അല്പം പോലും കരുണ കാണിക്കരുത്. ഓരോ പ്രഹരത്തിലും അവൻ അലറി വിളിക്കണം. നമ്മൾ ആരാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്ക. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇത് കേട്ട് മാണിക്കൻ സമ്മതഭാവത്തിൽ തലയാട്ടി. അമരനെ ക്രൂരമായി ആക്രമിക്കാൻ തയ്യാറായിരുന്നു. അമരൻ ജാനകിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അമരന്റെ നോട്ടമേറ്റ ജാനകിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൻ അവളുടെ കയ്യിൽ നിന്നും കൈ മെല്ലെ മാറ്റി. രഘുനന്ദന്റെ സുഹൃത്ത് മാണിക്കൻ അമരൻ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് ക്രൂരമായി ചിരിച്ചു. അമരൻ മാണിക്കന്റെ അടുത്തെത്തിയപ്പോൾ എല്ലാവർക്കും പരിഭ്രാന്തി തോന്നി. വേദിക്ക് പുറത്തിരിക്കുന്ന യുവാക്കളും ജാനകിയുടെ കൂട്ടുകാരും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി നിന്നു. ഇവരുടെ ശല്യം ഏറി വരികയാണ്. ആളുകളെ ഉപദ്രവിക്കുന്നത് ഒരു പതിവായിട്ടുണ്ട്. അവിടെ കണ്ടു നിന്നിരുന്ന ജാനകിയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു. എല്ലാവരും അവരെ എപ്പോഴും പേടിക്കണം, അതുകൊണ്ടാ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. മറ്റൊരുവൾ പറഞ്ഞു. ഈ ദുഷ്ടക്കൂട്ടം എന്തിനാണ് ഇങ്ങനെ നിരപരാധികളെ ഉപദ്രവിക്കുന്നത്? ആദ്യത്തെ ആൾ വീണ്ടും പറഞ്ഞു. രഘുനന്ദനും അമരനും നേർക്കുനേർ നിന്നപ്പോൾ ആൾക്കൂട്ടം ആക്രോശിച്ചു. ഓരോ മണിക്കൂറിലും കഴിവുള്ള നിരവധി പുതിയ വിദ്യാർത്ഥികളെ മാണിക്കൻ തോൽപ്പിച്ചു കൊണ്ടിരുന്നു. ഇതുവരെ ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പുതിയ വിദ്യാർത്ഥികളോട് മത്സരിച്ച് അവരെ തോൽപ്പിക്കുകയും കളിയാക്കുകയുമായിരുന്നു അവന്റെ പതിവ്. പഴയ വിദ്യാർത്ഥികളെയും പുതിയ വിദ്യാർത്ഥികളെയും കളിയാക്കലും ശല്യപ്പെടുത്തലും അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. മുതിർന്ന വിദ്യാർത്ഥികൾ പുതിയ വിദ്യാർത്ഥികളെ കളിയാക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും അവിടുത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു. നല്ല ആളുകൾക്ക് നിന്നു പോവാൻ ബുദ്ധിമുട്ടുള്ള ഒരിടമാണ് രക്ഷമല്ലർ പരിശീലന കളരി. കളരിയിലെ പരിശീലകർ പോലും ഇതേക്കുറിച്ച് അവരോട് ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് മറ്റു വിദ്യാർത്ഥികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചു. മാണിക്യൻ മുഷ്ടി ചുരുട്ടി തന്റെ ശക്തികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. നിന്നെപ്പോലെ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയെല്ലാം മര്യാദ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ നിന്നെയും അത് തന്നെ പഠിപ്പിക്കാം. എന്റെ ഒരു അടി മതി, നിനക്കെല്ലാം മനസ്സിലാകും എന്നു പറഞ്ഞ അവൻ അമരന് നേരെ വന്നു. ആൾക്കൂട്ടത്തിലെ സ്ത്രീകൾ പരസ്പരം പറഞ്ഞു. ഈ അമരൻ മാണിക്യനോട് കൂടുതൽ അടുക്കുന്തോറും എനിക്ക് കൂടുതൽ പേടി തോന്നുന്നു. ഈ യുവാവിന് വെയിലത്ത് വരുന്ന മര്യാദയോടുകൂടി പരീക്ഷയിൽ പങ്കെടുത്താൽ മതിയായിരുന്നു. അനാവശ്യമായി ആ മാണിക്യന്റെ കയ്യിൽ തലവെച്ച് കൊടുക്കരുതായിരുന്നു. പോരിനായി രണ്ടുപേരും എതിർവശത്തു നിന്നു. അപ്പോൾ ജാനകിയുടെ അടുത്ത് നിന്ന കൂട്ടുകാരികൾ പറഞ്ഞു. ജാനകി, ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. അവനോട് വെയിലത്ത് കാത്തു നിൽക്കാൻ പറയൂ. ആ ദുഷ്ടൻ മാണിക്യനിൽ നിന്നും അടി വാങ്ങുന്നതിന് നല്ലത് അതാണ്. പാവം, ആ അമരന്റെ മുഖം കണ്ടാൽ അറിയാം അവനൊരു ശുദ്ധനാണെന്ന്. ഇതിന് മറുപടിയായി ജാനകി കൂട്ടുകാരോട് ചോദിച്ചു. ഇവരിൽ ആരാണ് അടിവാങ്ങാൻ പോകുന്നതെന്ന് പോരിന് മുമ്പേ എങ്ങനെ അറിയാനാണ്? അതെല്ലാം പോര് തുടങ്ങിയാലല്ലേ മനസ്സിലാകൂ. നിങ്ങൾ ശാന്തരായി കണ്ടുകൊള്ളൂ, അവൾ പറഞ്ഞു. ജാനകി ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട വിമലാദേവി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെല്ലാം അമരനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ഇത്തരമൊരു സാഹചര്യത്തിലും അമരൻ ഒട്ടും അസ്വസ്ഥനാകാത്തത് കണ്ട് അവർ അമ്പരന്നു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അമരന്റെ ചിരി ശ്രദ്ധിച്ച വിമലാദേവി ചിന്തിച്ചു. ജാനകി ഈ യുവാവിനെ കുറിച്ച് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ? അവൻ ശരിക്കും ശക്തനാണോ? എന്താ അമര, നീ തയ്യാറാണോ? നമുക്ക് തുടങ്ങാം, മാണിക്യൻ ചോദിച്ചു. ഈ നിമിഷം എല്ലാ കണ്ണുകളും തന്നിലേക്ക് തന്നെയാണെന്നറിഞ്ഞ മാണിക്യന്റെ മുഖം അഹങ്കാരത്താൽ തിളങ്ങി. എന്നാൽ അമരൻ മാണിക്യന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പുഞ്ചിരിച്ചുകൊണ്ട് ഭയമില്ലാതെ പറഞ്ഞു. മത്സരം ആരംഭിക്കട്ടെ സുഹൃത്തെ. നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അത് നിങ്ങളുടെ ധൈര്യമാണോ മണ്ടത്തരമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, മാണിക്യൻ പറഞ്ഞു. മാണിക്യന്റെ സംസാരത്തിന് അമരിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ ഒന്നും മിണ്ടാതെ പോരിന് തയ്യാറായി നിന്നു. ഇതുവരെ എന്റെ കൂടെ പോരിന് വന്നവരുടെയൊക്കെ മുഖത്ത് പരിഭ്രമവും പേടിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ മാത്രം എങ്ങനെ എന്റെ മുന്നിൽ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നു?
എനിക്കിവന്റെ കൂസലില്ലായ്മ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ നിർഭയനാണെന്ന് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാണിക്യൻ പെട്ടെന്ന് അമരന്റെ തലയിൽ മുഷ്ടി കൊണ്ട് ആഞ്ഞു പ്രഹരിക്കാൻ കൈയുയർത്തി. മാണിക്യൻ അമരനെ ശക്തമായി അടിച്ചത് കണ്ട് ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി. എന്നാൽ മാണിക്യന്റെ മുഷ്ടി വേഗത്തിൽ തന്റെ നേരെ വരുന്നത് കണ്ട് അമരൻ തല ഒരു വശത്തേക്ക് മാറ്റി കൈ നടുവിലേക്ക് ചലിപ്പിച്ചു. അമരന്റെ പ്രതിരോധത്തിൽ ഇരുവരുടെയും കൈകൾ കൂട്ടിയിടിച്ചു. സുഹൃത്തെ, നിങ്ങളുടെ വേഗത വളരെ കുറവാണ്. നിങ്ങൾ വളരെ ദുർബലനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ അമരൻ രഘുനന്ദനെ നോക്കി പറഞ്ഞു. രഘുനന്ദ, നിങ്ങളുടെ സുഹൃത്തിന് തീരെ ശക്തിയില്ല. ഇവിടെ വരുന്ന പുതിയ ആളുകൾക്ക് ഇവിടെ പ്രവേശിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ഉള്ളവർക്കെല്ലാം ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിശോധിക്കുക. കാരണം ഈ മാണിക്കിന് പോലും ഇവിടെ ഇരിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ശക്തി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സുഹൃത്ത് പോലും രക്ഷമല്ലർ പരിശീലന കളരിക്ക് പുറത്തു നിൽക്കേണ്ടവനാണ്, അമരൻ പറഞ്ഞു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടുതൽ അമ്പരന്നു. മാണിക്യന്റെ കൈ മുറുകെ പിടിച്ച അമരന്റെ കൈയിലേക്കാണ് എല്ലാവരും നോക്കിയത്. അമരനെ അറിയാത്തവർ അവന്റെ കഴിവിൽ അത്ഭുതപ്പെട്ടു. അധ്യായം 62. മാണിക്യനെ അമരൻ അനായാസം നേരിട്ടു. അപരാജിതന്റെ നിലവാരത്തിലുള്ള ഒരു യോദ്ധാവിന്റെ ആക്രമണത്തെ ഈ പുതിയ വിദ്യാർത്ഥി എത്ര നന്നായി കൈകാര്യം ചെയ്തു എന്ന് അമരനെ അറിയാത്തവർ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ അവരിൽ ഏറ്റവും ആശ്ചര്യപ്പെട്ടത് രഘുനന്ദനായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ രഘുനന്ദൻ അമരനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാണിക്യൻ പരാജയപ്പെട്ടു. മാണിക്യനോടൊപ്പം രഘുനന്ദനും തോറ്റിരിക്കുകയാണ്. അമരന്റെ പ്രതിരോധം കണ്ടപ്പോൾ രഘുനന്ദന്റെ മുഖഭാവം ആകെ മാറി. അമരൻ അതിശക്തനാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവനുമായി മത്സരിക്കാൻ മാണിക്യനേക്കാൾ ശക്തനായ മറ്റൊരാളെ തിരഞ്ഞെടുക്കുമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാണിക്യൻ അപമാനിതനായ ശേഷം അമരനോട് പറഞ്ഞു, നീ എന്റെ കൈ പ്രതിരോധിക്കുന്നു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവൻ ദേഷ്യത്തോടെ അതിലേറെ അപമാന ഭാരത്തോടെ പറഞ്ഞു. ഇതും പറഞ്ഞ് അവൻ അമരന്റെ അരക്കെട്ടിന് താഴെ കാൽ മടക്കി ചവിട്ടി. എന്നാൽ അമരൻ തന്റെ കാൽ കൊണ്ട് പെട്ടെന്ന് മാണിക്യന്റെ കാലിൽ ചവിട്ടി. മാണിക്യന് പെട്ടെന്നൊരു വേദന തന്റെ കാലിലൂടെ മുകളിലേക്ക് കയറുന്നത് പോലെ തോന്നി. ശ്വാസം മുട്ടുന്ന വേദന. അമരനോടുള്ള ദേഷ്യം പിന്നെയും മാണിക്യന് കൂടിക്കൂടി വന്നു. ഇതുവരെ എല്ലാവരുടെയും മുന്നിൽ ധീരനായി പെരുമാറിയിരുന്ന മാണിക്യന് ഈ അവസ്ഥ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആളുകൾക്ക് തന്നോടുള്ള ഭയം ഇല്ലാതാകുമോ എന്ന് അയാൾ ഭയന്നു. ആ ഭയം അങ്ങേയറ്റം ദേഷ്യമായി മാറി. മാണിക്യൻ പെട്ടെന്ന് ഒരടി പിന്നോട്ട് വെച്ചു. ഒരുതരം ശക്തി പ്രകടമാക്കാൻ തുടങ്ങി. അവന്റെ കാലുകളിൽ ഒരു സുദർശന ചക്രത്തിന്റെ രൂപത്തിൽ പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം പരക്കാൻ തുടങ്ങി. ജാനകിയുടെ അടുത്ത് നിന്നിരുന്ന പെൺകുട്ടികൾ പരിഭ്രാന്തരായി പറഞ്ഞു, ഏയ് ജാനകി, കാറ്റിൽ നിന്ന് ഊർജം ഉപയോഗിച്ചാണ് ഇവൻ അമരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്തു ചെയ്യും? അമരൻ ഇതെല്ലാം എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയില്ല. അവർ വിലപിച്ചു. മാണിക്യന്റെ ഉന്നതതല വിദ്യ കണ്ട് ജാനകിയും മാധുരിയും ആദ്യം ഭയന്നു. എന്നാൽ വിക്രമാർജുനന്റെ ഉന്നതതല വിദ്യകളെ അമരൻ നേരിട്ടത് ഓർത്തപ്പോൾ അവർ വീണ്ടും ശാന്തരായി അമരനെ വീക്ഷിച്ചു. വിക്രമാർജുനൻ മാണിക്യനേക്കാൾ ശക്തനായിരുന്നു. അതുകൊണ്ട് അമരന് മാണിക്യന്റെ ഈ ശക്തിയെ നിഷ്പ്രയാസം നേരിടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അവർ അവനെ നോക്കി നിന്നു. അതേസമയം ശക്തമായ ഒരു കാറ്റ് തന്റെ മുഖത്ത് തട്ടിയതായി അമരന് തോന്നി. മാണിക്യൻ തന്റെ അടുത്തെത്തിയപ്പോൾ അമരൻ പിൻവാങ്ങാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് കയ്യിൽ ശക്തി സംഭരിച്ച് വേഗത്തിൽ തന്റെ കൈ ചലിപ്പിച്ചു. അത് കണ്ട് മാണിക്യൻ അല്പം പരിഭ്രാന്തനായി അമരന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിനും ഒരുപാട് സമയം വേണ്ടി വന്നു. അമരൻ ശക്തിയിൽ മാണിക്യന്റെ നെഞ്ചിലടിച്ചു. നെഞ്ചിൽ അടിച്ചപ്പോൾ അവന്റെ വായിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. അടിയുടെ ആഘാതത്തിൽ 10 കാതം അകലെയുള്ള ഒരു കല്ലിൽ മാണിക്യൻ ചെന്ന് വീണു. ഈ കാഴ്ച കണ്ട ഏവരും ഞെട്ടി. മാണിക്യനെ നോക്കി എല്ലാവരും മരവിച്ചു നിന്നു. അവൻ തിടുക്കത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റു. അമരനെ ആക്രമിക്കാൻ മാണിക്യൻ ആഗ്രഹിച്ചു. പക്ഷേ തന്റെ മുന്നിലെ ദൃശ്യങ്ങളെല്ലാം മങ്ങിയതായി അവന് തോന്നി.
അമരൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പോലും അവന് വ്യക്തമായില്ല. പിന്നെ അവൻ മറ്റെവിടെയോ നോക്കി പറഞ്ഞു, പ്രിയ അമര, ഞാൻ നിന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. നീ ഈ വെയിലത്ത് നിൽക്കണം. നിലവിളിച്ചും ഇടറി വീണും വെറും 10 നിമിഷങ്ങൾക്കുള്ളിൽ അമരന്റെയും മാണിക്കിന്റെയും പോരാട്ടം അവസാനിച്ചു. ഇത് കണ്ടവരെല്ലാം അമ്പരന്നു. ആളുകൾക്കിടയിൽ വിചിത്രമായ നിശബ്ദത തളംകെട്ടി നിന്നു. പുറത്ത് വെയിലത്ത് കാത്തു നിൽക്കുന്ന യുവാക്കൾ നിലത്ത് കിടക്കുന്ന മാണിക്കനിലേക്കാണ് കണ്ണുകൾ പതിപ്പിച്ചത്. വേദിയിൽ നിൽക്കുന്ന അമരനെ നോക്കി ഏവരും അമ്പരന്നു. രക്ഷമല്ലർ പരിശീലന കളരിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മത്സരാർത്ഥി മുതിർന്ന വിദ്യാർത്ഥിയെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്. അമരന്റെ ഈ പ്രകടനം കണ്ടവർക്കെല്ലാം അവൻ ആരാണെന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ പെൺകുട്ടികളും അമരന്റെ പ്രകടനത്താൽ അവനോട് ആകൃഷ്ടനായി. ജാനകിയുടെ അടുത്ത് നിന്നിരുന്ന ഒരു പെൺകുട്ടി ആശ്ചര്യത്തോടെ പറഞ്ഞു, ജാനകി, ഈ യുവാവ് നിങ്ങളുടെ അകന്ന ബന്ധുവല്ലേ? അവരൊരു സാധാരണക്കാരനല്ല. അവൻ ഇതിനകം അപരാജിതനായിട്ടുണ്ട്. ജാനകിയോട് സംസാരിക്കുമ്പോഴും അവളുടെ നോട്ടം അമരനിൽ തന്നെയായിരുന്നു. ജാനകി അവൾക്ക് മറുപടി പറയാതെ അമരനെ ശാന്തമായി നോക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരിയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാനും അവനും തമ്മിൽ യുദ്ധം നടന്നാൽ എനിക്കവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ പരാജയപ്പെടും. പിന്നെ അവൻ അപരാജിതനായതിൽ എന്താണ് അത്ഭുതം? ജാനകി പറയുന്നത് കേട്ട് വിമലാദേവി ജാനകിയോട് പറഞ്ഞു, ജാനകി, ഒരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒത്തൊരുമയോടെ ഒന്നിച്ചു ഒരു ജീവിതം ആരംഭിച്ചാൽ അത് ശരിക്കും ഐശ്വര്യദായകമായ ഒരു ദാമ്പത്യമായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രാജവംശത്തിലെ തന്നെ ശക്തി ദമ്പതികളാകുമായിരുന്നു. കാര്യമില്ലാതെ നീ ഇനി അവനോട് വഴക്കിന് നിൽക്കരുത്. വിമലാദേവി പറഞ്ഞത് കേട്ടതും ജാനകി അമരനെ നോക്കി ചിരിച്ചു. അമരനും ഞാനും രക്തബന്ധമുള്ളവരല്ല. അവൻ എന്നോട് എന്ത് ബന്ധമാണുള്ളതെന്ന് ആദ്യം അന്വേഷിക്കണം. അതുവരെ എന്നെ ഞാൻ തന്നെ നിയന്ത്രിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവനെ കാണുമ്പോഴേ എനിക്ക് വഴക്കിടാൻ തോന്നുമായിരുന്നു. എന്നാൽ ആ ദേഷ്യത്തിന് ശേഷം അവനോട് ഒരു സ്നേഹമുണ്ടായി എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ ദേഷ്യവും വെറുപ്പും ഒരു മുഖംമൂടി മാത്രമായിരുന്നു. ആ മുഖംമൂടി ആദ്യം അഴിച്ചു വെക്കണം എന്ന ചിന്തയിൽ ജാനകി സ്നേഹത്തോടെ അമരനെ നോക്കിക്കൊണ്ടിരുന്നു. അതേസമയം ജാനകി അമരനെ നോക്കുന്നത് കണ്ട രഘുനന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ കോപത്തോടെ പല്ല് കടിച്ചു. രഘുനന്ദന്റെ ഭാവം കണ്ട് അമരൻ ചിരിക്കാൻ തുടങ്ങി. അമരൻ ചിരി നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര രഘുനന്ദ, ഇപ്പോൾ ഞാൻ വെയിലത്ത് വരി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വെല്ലുവിളിയിൽ ഞാൻ ജയിച്ചില്ലേ? അത് കേട്ട് ഉടൻ രഘുനന്ദന് ദേഷ്യം വന്നു. പക്ഷെ മുഖത്ത് ദേഷ്യം കാണിക്കാതെ കുടിലതയോടെ പുഞ്ചിരിച്ച് അമരന്റെ അടുത്ത് ചെന്ന് തോളിൽ തട്ടി അവന്റെ ചെവിയിൽ മന്ത്രിച്ചു, നല്ലത്, നീ വളരെ ശക്തനാണ് സഹോദര. പക്ഷേ അതിൽ നീ അഭിമാനം കൊള്ളരുത്. കാരണം എല്ലാം പൂർത്തിയായിട്ടില്ല. ഇതൊരു ആരംഭം മാത്രമാണ്. നീ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരിശീലന കളരിയിൽ നിന്നേക്കാൾ ശക്തരായ നിരവധി ആളുകളുണ്ട്. ഇവിടെ ആരും ഇത്ര അഹങ്കാരം സഹിക്കില്ല. മാത്രമല്ല, നിന്റെ പെരുമാറ്റം കാരണം നിനക്കിവിടെ ധാരാളം ശത്രുക്കളും ഉണ്ടായേക്കാം. കുറച്ച് അഹങ്കാരം കുറച്ചേക്കൂ. അതാണ് നിനക്ക് നല്ലത്. നീ നിന്റെ ശരീരം നന്നായി നോക്കിക്കോളൂ. എന്തെങ്കിലും സംഭവിച്ച ശേഷം പശ്ചാത്തപിക്കുന്നതിൽ പ്രയോജനമില്ല. ശരി, നോക്കൂ സഹോദര, ശ്രദ്ധിക്കൂ. ഞങ്ങളെ എതിർത്ത് പെരുമാറിയ ചിലരെ പരിശീലനശാലയിൽ വെച്ച് കാണാതായിട്ടുണ്ട്. അവർ ആരാണ്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. നീ സൂക്ഷിക്കണം. നിന്നെയും കാണാതെ പോകരുത്. രഘുനന്ദന്റെ പ്രസംഗം കേട്ട് അമരൻ അവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ശേഷം അമരൻ തലയാട്ടി പുഞ്ചിരിച്ചു. സഹോദര, നിങ്ങളുടെ ദയയ്ക്ക് വളരെ നന്ദി. നിങ്ങളുടെ ഉപദേശത്തിന് ഞാനും നന്ദി പറയുന്നു. എന്നെ കാണാതെ പോവില്ല. കാരണം നിങ്ങൾ ഈ കളരിയിൽ തന്നെയുണ്ട്. അങ്ങിവിടെ ഉള്ളപ്പോൾ മറ്റാരെന്നെ ശത്രുവായി കരുതാനാണ്? അതുകൊണ്ട് ഞാൻ അപ്രത്യക്ഷനാവില്ലെന്ന് കരുതുന്നു, അമരൻ പറഞ്ഞു. അമരന്റെ സംസാരം കേട്ട് രഘുനന്ദൻ ദേഷ്യത്തോടെ അവനെ നോക്കി. അമരൻ മണ്ടനല്ലെന്ന് അയാൾക്ക് മനസ്സിലായി.
അങ്ങനെ തന്റെ ചുണ്ടിലെ വ്യാജപുഞ്ചിരി അവൻ തിരിച്ചറിഞ്ഞുവെന്ന് രഘുവിന് മനസ്സിലായി. അമരനോടുള്ള ജാനകിയുടെ പെരുമാറ്റം കണ്ട് തെറ്റിദ്ധരിച്ചതിൽ നിന്നാണ് ഈ ശത്രുതയുടെ അടിത്തറ തുടങ്ങിയതെങ്കിലും ജാനകിയെക്കുറിച്ചുള്ള സത്യം രഘുവിനോട് പറയാൻ അമരൻ ശ്രമിച്ചില്ല. അമരനോടുള്ള ദേഷ്യത്താൽ രഘുനന്ദന് അമരനെ വധിക്കണമെന്ന് തോന്നി. അതേസമയം അമരൻ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ വിദ്യാർത്ഥിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. തൽക്കാലം അവനോട് വഴക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു. അമരനോട് രഘു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സഹോദരാ, നീ കുറച്ചുകൂടി അഹങ്കാരം കുറയ്ക്കൂ. അല്ലാത്ത പക്ഷം നിന്റെ പരിശീലന കാലഘട്ടം വളരെ മോശമാകും. പക്ഷെ നീ ഒന്നും കാര്യമാക്കേണ്ട. നിന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് കണ്ടറിഞ്ഞോളൂ. നീ എന്നെ പാഠം പഠിപ്പിക്കാൻ പോവുകയാണോ? ഈ രക്ഷമല്ലർ പരിശീലനശാലയെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ നിനക്കൊരിക്കലും പാഞ്ചാല നഗരത്തിൽ കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല. അവിടെ വരുമ്പോൾ എനിക്ക് നിന്റെ അഹങ്കാരം മാറ്റി നിന്നെ നേർവഴിക്കാക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ പോവാൻ നോക്ക് സഹോദര, അമരൻ പറഞ്ഞു. അമരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രഘുനന്ദന്റെ കണ്ണുകൾ കോപത്തിൽ തീജ്വാലകൾ പോലെ ചുവന്നിരുന്നു. അമരന്റെ കണ്ണുകളിൽ അതേ ദേഷ്യം പ്രകടമായിരുന്നു. ആ കണ്ണുകളിലെ കോപാഗ്നി കണ്ടപ്പോൾ രഘുനന്ദൻ ഓർത്തു, താൻ മുമ്പ് ഒരു മാന്ത്രിക ചെന്നായിയെ നേരിട്ട ആ ഭയങ്കര നിമിഷം. ചെന്നായിയുടെ കണ്ണുകളിലും ഇതുപോലൊരു കോപാഗ്നി ജ്വലിച്ചിരുന്നു. അമരനെ കണ്ടപ്പോൾ രഘുനന്ദൻ ആ ചെന്നായിയെ ഓർത്തു. പെട്ടെന്ന് അവന്റെ തൊണ്ട വരണ്ടു. ഭയം കൊണ്ട് നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ മധുര ശബ്ദം കേട്ടു. കൊള്ളാം, ഈ യുവാവ് ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു നിധി കിട്ടിയെന്ന് തോന്നുന്നു, ആ ശബ്ദം പറഞ്ഞു. ആ മധുരമുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ അമരന്റെ ദേഷ്യം അപ്രത്യക്ഷമായി. അവൻ ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ പച്ച വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്ക നിൽക്കുന്നു. അവർ അമരനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ അവിടെയുള്ള ഏവരെയും നോക്കി പുഞ്ചിരിച്ചു. ആ സ്ത്രീയുടെ മുഖത്തു നിന്ന് പ്രവഹിച്ച തേജസ് എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അവരുടെ കണ്ണുകൾ ആഴക്കടൽ പോലെ ശാന്തമായിരുന്നു. അവരെ കണ്ടതും അമരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അയാൾക്ക് ആ നാരീഭാവം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അമരൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒരേ അവസ്ഥയിലായിരുന്നു. ജാനകി അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കി. ജാനകി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ധാത്രിയമ്മേ, എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്. നിങ്ങളെ സ്മരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല എന്നു പറഞ്ഞ് ജാനകി ഓടി വന്ന് ധാത്രിയമ്മയെ പുണർന്നു. ജാനകി വളരെ സന്തോഷിക്കുന്നത് കണ്ട് ധാത്രിയമ്മ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജാനകി? നിന്റെ അവധിക്കാലം എങ്ങനെയുണ്ടായിരുന്നു? മുഖത്ത് ഒരു പുഞ്ചിരിയോടെ ജാനകി മറുപടി പറഞ്ഞു, അവധിക്കാലം മോശമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോട്ടെ, നിങ്ങളിപ്പോൾ പഴയതിനേക്കാൾ സുന്ദരിയായിരിക്കുന്നു. ഇത് തുടർന്നാൽ എല്ലാ പുരുഷജനങ്ങളുടെയും ശ്രദ്ധ അവിടെ നിന്നായിരിക്കും. മറ്റു സ്ത്രീകളെ കുറിച്ചും ഒരു ചിന്ത വേണം. അത് കേട്ടതും ധാത്രിക്ക് ചെറിയൊരു നാണം തോന്നി. ജാനകിയിൽ നിന്ന് കണ്ണുമാറ്റി മധുരസ്വരത്തിൽ പറഞ്ഞു, ജാനകി, ഇവരെയെല്ലാം നീ കൂട്ടിക്കൊണ്ടുവന്നവരാണോ? എനിക്ക് ഇവരെയെല്ലാം ഒരുപാട് ഇഷ്ടമായി. ധാത്രിയമ്മേ, നിങ്ങളിൽ നിന്ന് ഇത് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് ഇവരെയൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ ഈ രഘുനന്ദന് മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല. അവന്റെ ബുദ്ധി ശരിയല്ലെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. അങ്ങനെയല്ല ജാനകി, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നിനക്കറിയാമോ? അവന്റെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒരാളെ സ്നേഹിക്കുന്നു. ആ ആൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാണെന്ന് തോന്നിയാൽ നീ എങ്ങനെയാ ചിന്തിക്കുക എന്ന് ഓർത്തു നോക്ക്. അപ്പോൾ നിനക്ക് രഘുനന്ദന്റെ മനസ്സ് മനസ്സിലാകും, ധാത്രി പറഞ്ഞു. തുടർന്ന് അവർ വേദിയിലേക്ക് നടന്നു. അവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഇനി വേദിയിലേക്ക് കടന്നു വരാം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വേദിക്ക് പുറത്തു നിന്നിരുന്ന വിദ്യാർത്ഥികളെല്ലാം ഇത് കേട്ട് ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. അവർ ഉടനെ എഴുന്നേറ്റ് തണലിലേക്ക് വന്നു. എനിക്കറിയാം കാത്തിരിപ്പ് എത്ര ഭയാനകമാണെന്ന്. പക്ഷേ നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു.
എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഈ രക്ഷമല്ലർ പരിശീലന കളരിയിൽ ചേരാനുള്ള നിങ്ങളുടെ താല്പര്യത്തെയാണ് ഇത് കാണിക്കുന്നത്, ധാത്രി പറഞ്ഞു. ധാത്രി അമ്മയുടെ സ്നേഹാർദ്രമായ വാക്കുകൾ ശ്രവിച്ചപ്പോൾ പുരിവയിലേറ്റ ക്ഷീണം വിദ്യാർത്ഥികൾ മറന്നു. എല്ലാവരും വരുന്നത് നോക്കി നിന്ന ധാത്രി അമരനെ നോക്കി പറഞ്ഞു, നോക്കൂ യോദ്ധാവേ, രഘുനന്ദൻ ചെയ്തത് ശരിയായില്ല. അവന് നിന്നോട് ചെറിയ അസൂയ തോന്നി. അതുകൊണ്ടാ അവൻ ഇങ്ങനെ പെരുമാറിയത്. നീ വിചാരിക്കുന്ന പോലെ അവൻ അത്ര മോശമായ ഒരാളൊന്നുമല്ല. അധ്യായം 63. രഘുനന്ദൻ അമരനോട് അനുചിതമായി പെരുമാറിയതിന് ധാത്രിയമ്മ അമരനോട് ക്ഷമ ചോദിച്ചു. അമര, നീ രഘുനന്ദനോട് ക്ഷമിക്കണം.